SSLC പരീക്ഷ ഇന്ന് കഴിഞ്ഞു അല്ലേ? ചില പരീക്ഷകൾ ടഫായിരിക്കും, ചില പരീക്ഷകൾ ഈസി ആയിരിക്കും. എന്തായാലും ആ ഒരു ഫേസ് നമ്മുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസ് ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഇവിടെ വെച്ച് ഒരുപാട് കുട്ടികൾ വരുത്തുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് എന്നുള്ളത് തങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ കെയർഫുള്ളി പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മൈൽ സ്റ്റോൺ ആണ് 10th എന്നുള്ളത്. പലപ്പോഴും കുട്ടികൾക്ക് വരുന്നൊരു മൈൻഡ് സെറ്റ് എന്നുള്ളത് ഇത് കഴിഞ്ഞു, ഇനി ഒരു 2-3 മാസം എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് അടിച്ച് പൊളിക്കാം. യെസ്, ദാറ്റ്സ് ഫൈൻ. അങ്ങനെ അടിച്ച് പൊളിച്ച് +1 +2 നമുക്ക് കിട്ടുന്നൊരു സ്ട്രീം എടുക്കാം. +2 കഴിഞ്ഞിട്ട് ആലോചിക്കാം എന്ത് ചെയ്യണം എന്നുള്ളതാണ് പല കുട്ടികളുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു കോൺസെപ്റ്റ് എന്നുള്ളത്. പല പാരൻസും അങ്ങനെയാണ് ചിന്തിക്കുക. അല്ലെങ്കിൽ നമുക്ക് വഴിയെ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ലൊരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കരിയറിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഭാവിയിൽ അനുഭവിക്കാനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൂടുതൽ കരിയർ റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ സയൻസ് എടുക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്, അതേപോലെ ഹ്യൂമാനിറ്റീസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്, കൊമേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്, ഇതിലെല്ലാം ഡിഫറെൻറ്റ് വീഡിയോസ് ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇനിയുള്ള 2 വർഷം എന്നുള്ളത് നമുക്കൊരു വലിയ കാലയളവായി തോന്നുമെങ്കിലും ആക്ച്വലി സ്പീക്കിംഗ് ഒരു 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആലോചിക്കുക, അയ്യോ ഇത് ഇത്ര പെട്ടെന്ന് കടന്നുപോയോ, നമുക്ക് വേണ്ടത്ര ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു റിഗ്രറ്റ് നമുക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി ആലോചിച്ച് തീരുമാനിക്കണം. അപ്പോൾ നമുക്ക് ആലോചിക്കും, ഇപ്പം തന്നെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും 2 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ ഏതൊരു മേഖലയിലോട്ടാണ് പോകാൻ സാധ്യത, അവിടെ നമ്മുടെ ഒരു 2-3 പ്ലാനുകൾ എന്തെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് നമുക്ക് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം എന്ന് വിചാരിക്കുക. ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 വർഷത്തിനപ്പുറം നീറ്റ് പരീക്ഷ എഴുതണം. പല ആളുകളും ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞിട്ട് +2 കഴിയട്ടെ, എന്നിട്ടൊരു വർഷം റിപ്പീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ 2 വർഷം റിപ്പീറ്റ് ചെയ്ത് നീറ്റ് എഴുതാം. എന്നാൽ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ നീറ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കൂടാ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം. ഓക്കെ, ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് ആലോചിക്കാം എന്നുള്ളതല്ല. ഞാൻ +1 +2 എന്ത് സ്ട്രീമാണ് എടുക്കേണ്ടത്, ഞാൻ പോകുന്നത് സയൻസിനാണോ, അതല്ല ആർട്സിനാണോ, ഹ്യൂമാനിറ്റീസിനാണോ, കൊമേഴ്സിനാണോ, അതിന് ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാനിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ആളുകൾ വരുത്തുന്ന ഒരു 2-3 മിസ്റ്റേക്സ് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒന്ന്, ചില ആളുകൾ പറയും നമ്മുടെ പാഷൻ ഫോളോ ചെയ്യണം. പല ആളുകളും നമ്മുടെ പാഷന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പല ആൾക്കും പാഷൻ എന്താണെന്ന് മനസ്സിലായില്ല, ഇനി +1 +2 എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പാഷൻ മനസ്സിലാകുമായിരിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ഉണ്ടാവുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലൊരു ഫുട്ബോൾ ക്യാമ്പ് നടക്കുകയാണ്. ഈ ഫുട്ബോൾ ക്യാമ്പ് നടക്കുമ്പോൾ ഒരു 100 ആളുകൾ ആ ഫുട്ബോൾ ക്യാമ്പിന് ചേർന്നു. എല്ലാവരുടെയും താല്പര്യം എന്താ? ഫുട്ബോൾ കളിക്കണം എന്നുള്ളതാണ്. എല്ലാവരും ആക്ച്വലി പറയുന്നത് ഞങ്ങൾ ഫുട്ബോളിൽ പാഷനേറ്റ് ആണ് എന്നുള്ളതാണ്. പക്ഷേ ഫുട്ബോൾ ക്യാമ്പിന് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുക ഇവിടെ എന്തല്ല, ഇവിടെ എന്നും ഫുട്ബോൾ കളിയല്ലുള്ളത്. കുറച്ച് ദിവസം എന്താ പറയുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കുറേ ദിവസം നമ്മൾ ഒരു 10 റൗണ്ട് അല്ലെങ്കിൽ എന്നും നമ്മളൊരു 10 റൗണ്ട് ഓടണം അല്ലേ. ട്രെയിനിങ്, പാസിങ്, ഷൂട്ടിങ്, ഇതിൻ്റെയൊക്കെ ട്രെയിനിങ് ഒക്കെ നമ്മൾ നടത്തണം. അവസാനം ഒരു 5 മിനിറ്റ് നമുക്ക് കളിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 100 ആളുകൾ ഒരു മാസം കഴിഞ്ഞ് 50 ആളുകളായി മാറും. ഒരു വർഷം കഴിഞ്ഞ് ഈ ട്രെയിനിങ് ക്യാമ്പിലാകെ ചിലപ്പോൾ 20 ആളുകൾ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ 20 ആളുകളാണ് ആക്ച്വലി ഫുട്ബോളിനെ സംബന്ധിച്ച് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ. അതിന് റീസൺ എന്താ? ഇവർക്ക് ബാക്കിയുള്ളവരെക്കാളും നന്നായി കളിക്കാൻ അറിയാമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരെക്കാളും നന്നായി ഇവർക്ക് കളിക്കാൻ സാധിക്കുന്നത്? അത് ഇവർ ഈ ഒരു വർഷം വളരെ നന്നായി ട്രെയിനിങ്ങിന് പോയി എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഏത് സ്കില്ലും നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ എന്താവട്ടെ, നിങ്ങൾ എഴുത്തിൽ നിങ്ങൾക്ക് മിടുക്കരാവണം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് മിടുക്കരാവണം, സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് അടിപൊളിയാവണം, സയൻസിൽ നിങ്ങൾ ബെറ്റർ ആവണം. എന്താവണം എന്നുണ്ടെങ്കിലും നമ്മൾ വളരെ പർപ്പസ്ഫുള്ളി നമ്മൾ സമയമെടുത്ത് ചില സ്കിൽസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നമുക്കതിൽ ബെറ്ററായി മാറാൻ സാധിക്കുക. അല്ലാതെ ഭൂരിഭാഗം ആളുകൾക്കും, ഇപ്പോൾ ചില ആളുകൾക്ക് നമുക്കറിയാം, ഇപ്പോൾ ചില ആളുകൾക്ക് വരയ്ക്കുക എന്നുള്ളത് അതിൽ ആർട്സിൽ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. ചില ആളുകൾ മറ്റു പല കാര്യങ്ങളിൽ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. എന്നല്ലാതെ ഒരു 90% ആളുകൾക്കും തങ്ങളുടെ പാഷൻ ഇന്നതാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനൊന്നും ഇപ്പം ഉണ്ടാവില്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ വളർത്തിയെടുക്കേണ്ട സ്കില്ലാണ്. രണ്ടാമത്, പല ആളുകൾക്കും വരുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2 വർഷം കഴിഞ്ഞ് അപ്പോൾ കാണുന്നൊരു കോഴ്സിന് നമ്മൾ പോകും. അല്ലെങ്കിൽ നമ്മളിപ്പോഴേ മനസ്സിൽ വെക്കും എനിക്ക് CAക്ക് പോകാം, അല്ലെങ്കിൽ എനിക്ക് എഞ്ചിനീയറിങ്ങിന് പോകാം. പക്ഷേ നിങ്ങൾ ജീവിക്കാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ 2 വർഷം കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഒരു 4 വർഷം കൂടെ ഡിഗ്രി കഴിഞ്ഞ്, അതായത് 6-7 വർഷങ്ങൾക്കപ്പുറം ഈ ലോകം എങ്ങനെയായിരിക്കും? അന്ന് എവിടെയായിരിക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക? ഇതാണ് നമ്മൾ ബേസിക്കലി ആലോചിക്കേണ്ടത്. റൈറ്റ്, ഓരോ സമയത്തും ട്രെൻഡിനനുസരിച്ച് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കാം.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഷോർട്ട് ടേം കോഴ്സുകൾ, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിംഗ് പഠിക്കാൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പോകുന്നു അല്ലേ. കുറച്ച് മുമ്പ് ഇപ്പോൾ CA പഠിക്കാൻ ഒരുപാട് ആൾക്കാർ പോകുന്നു. അതേപോലെ തന്നെ അതൊരു 2 വർഷം മുമ്പ് മെഡിസിൻ പഠിക്കാനായിരുന്നു ഒരുപാട് ആളുകളുടെ ഒഴുക്ക് എന്നുള്ളത്. പക്ഷെ അതിനപ്പുറം ഒരു 5 വർഷത്തിനപ്പുറം എന്തായിരിക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക? അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കാൻ നമുക്ക് എന്താ സാധിക്കും, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് നമ്മൾ ഇപ്പോഴെന്താണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓരോ കുട്ടിയും എന്ത് ചെയ്യേണ്ടത് ആലോചിച്ച് തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് അഡ്വൈസ്, നിങ്ങളൊരു ഏരിയ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് നിന്ന് പഠിക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന ഏരിയ എന്തും ആവാം, നിങ്ങളുടെ എക്സ്പെർട്ടീസ് അനുസരിച്ച്. ഇപ്പോൾ സയൻസ് ആവാം, ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് ആവാം, അതല്ലെങ്കിൽ മെഡിസിൻ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർട്സ് ഹ്യൂമാനിറ്റീസ് പഠിക്കണം എന്നുള്ളതാവാം. അതിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് നിങ്ങൾ ചെല്ലുക. ഇതാണ് നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കേണ്ടത്. 2 വർഷം കഴിയുമ്പോഴേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് ഞാൻ ചെല്ലും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും മെഡിസിനിലോട്ട് വരാം. നിങ്ങൾക്ക് മെഡിസിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജാണ് എയിംസ് എന്നുള്ളത്. എയിംസിൽ പഠിക്കാൻ ഏകദേശം ഒരു വർഷം വെറും 1200 രൂപയാണ് ഫീസ് കൊടുക്കേണ്ടത്. അതോടൊപ്പം ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടും. ഞാൻ 2 വർഷം കഴിഞ്ഞാൽ മെഡിസിൻ ആണെങ്കിൽ ഞാൻ എയിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു എയിംസ് ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിൽ തൊട്ട് താഴെങ്കിലും കിട്ടാൻ നിങ്ങളുടെ ഈ ഒരു എഫേർട്ട് സഹായകമാവും എന്നുള്ളതാണ്. എന്നാൽ ഈ ഗോളില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ 2 വർഷം കഴിഞ്ഞാലായിരിക്കും ആലോചിച്ച് തുടങ്ങുക അല്ലേ. അതേപോലെ തന്നെ അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് സിവിൽ സർവീസിന് പോകണം. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുകയാണ് ഏറ്റവും കൂടുതൽ സിവിൽ സർവൻസ് വരുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എനിക്ക് എക്കണോമിക്സ് പഠിക്കണം. ആ എക്കണോമിക്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ CUT എന്ന് പറയുന്ന പരീക്ഷ എഴുതണം. ഈ CUT പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോബ്ലി എക്കണോമിക്സ് ആണ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കണം. അപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്ത് CUT പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും. 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി പോകും. ഇങ്ങനെ ആലോചിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു കുട്ടിയും, അതല്ല 2 വർഷം കഴിഞ്ഞിട്ട് ആലോചിക്കാം അതിനുശേഷം CUT എന്ന് പറയുന്ന ഒരു കുട്ടിയും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് അല്ലേ, യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു പ്ലാനിങ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാക്കിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഇന്ത്യയിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എഞ്ചിനീയറിംഗ് പഠിക്കാനാണെങ്കിൽ നമുക്ക് IITസും NITസും ഉണ്ട്. അത് നമ്മൾ JEE പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ 2 വർഷം നിങ്ങൾ നന്നായി സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് JEE ലഭിക്കും. അപ്പോൾ JEEക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് X&Y നൽകുന്നുണ്ട്. നമുക്ക് 10th കഴിഞ്ഞിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂൾസും ഉണ്ട്, ബ്ലെൻഡഡ് പ്രോഗ്രാംസും ഉണ്ട്. അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട് April 6th നമ്മുടെ XIQ X&Y IIT ക്വസ്റ്റൻ എന്ന് പറയുന്ന എക്സാം ഉണ്ട്. ആ എക്സാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് എഴുതാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് മെഡിസിനാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ NEET പരീക്ഷ എഴുതണം. നിങ്ങൾ ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ CUT എന്ന് പറയുന്ന പരീക്ഷ എഴുതണം. അതേപോലെ തന്നെ നിങ്ങൾ ഡിസൈൻ താല്പര്യമുള്ള ആളുകളുണ്ടാവാം, അതിന് പോകണമെന്നുണ്ടെങ്കിൽ NID DAT UCD പോലെയുള്ള പരീക്ഷകൾ നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് സയൻസിൽ നിങ്ങൾക്ക് മെഡിക്കലായിട്ട് ഒരു റിസർച്ചിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഐസറുകൾ IASC പോലുള്ള സ്ഥാപനങ്ങളുണ്ട്, അതിന് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം. നിങ്ങൾക്ക് മെറൈൻ എഞ്ചിനീയറിംഗ് പോലുള്ള പ്രോഗ്രാംസിന് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് IMU CET ഉണ്ട്. ഈ എക്സാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അങ്ങനെ ഒട്ടനേകം പരീക്ഷകൾ നമുക്ക് ചുറ്റുമുണ്ട്. +2 മാർക്ക് മാത്രമല്ല നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾ എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. +2 മാർക്കിന് ചെറിയൊരു റോളുണ്ട്, അതിനേക്കാളും വലിയ റോളുള്ളത് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്ലാനിലൂടെ നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് 12th ശേഷം നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് 12th ശേഷം എന്നുള്ളത് മാത്രമല്ല, അപ്പോൾ നിങ്ങൾക്ക് പല ആളുകൾക്കും പല ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ ലൈഫിൽ നിങ്ങളൊന്ന് വളരെ ക്ലിയർലി ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കാം. നിങ്ങൾക്ക് ലൈഫിൽ എവിടെ പോയാണ് നിങ്ങൾ സെറ്റിൽ ചെയ്യേണ്ടത്? നിങ്ങൾ ഇന്ത്യയിൽ തന്നെയാണോ ജീവിക്കാൻ താല്പര്യം, അതല്ല മിഡിൽ ഈസ്റ്റിലോട്ട് പോകണോ, US പോകണോ, യൂറോപ്പിൽ പോകണോ എന്നൊക്കെ നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരു സാലറീഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാനാണോ നിങ്ങൾക്ക് താല്പര്യം, അതല്ല നിങ്ങൾക്കൊരു ഓൺട്രപ്രണറായിട്ട് മാറണോ, നിങ്ങൾക്ക് എന്ത് കൈൻഡ് ഓഫ് ഒരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾക്ക് താല്പര്യം? ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വെറുതെ എഴുതി വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു ക്ലാരിറ്റിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയി അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ എൻ്റെ അഭിപ്രായത്തിൽ SSLCയെക്കാളും പ്രധാനമാണ് ഇനിയുള്ള 2 വർഷം എന്നുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കളിച്ച് കളയുന്നത്, വളരെ ലിറ്ററലി കളിച്ച് കളയുന്നത് എന്താണ്? ഈ ഒരു 2 വർഷമാണ്. 11th 12th +1 +2 2 വർഷമാണ്. പല കുട്ടികളും എന്ത് ചെയ്യുന്നത്, അവർ വേണ്ടത്ര പ്രിപ്പറേഷൻ ഇല്ലാതെ അവരുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട, അവരുടെ ലൈഫിൽ ഏറ്റവും യൂത്ത്ഫുൾ ആയിട്ടുള്ള, അവരുടെ ലൈഫിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള, അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും സാധിക്കുന്ന ഒരു സമയം അവർ നശിപ്പിച്ചു കളയുമെന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കുക. കാരണം ഇതിന് പകരം വെക്കാൻ വേറെ ഒന്നിനും സാധിക്കില്ല. പകരം ആളുകൾ ചെയ്യുന്ന പിന്നെ 1 വർഷം 2 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്യും. അപ്പോഴൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു ഗോൾഡൻ സമയം കടന്നു പോയിട്ടുണ്ടാവും. നമുക്ക് അനാവശ്യമായ ടെൻഷൻ ഉണ്ടാവും. +2 കൂടെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ടെൻഷൻലെസ് ആയിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. ഇതിന് ശേഷമുള്ള ഒരു ഫേസ്, ഇതിനായിട്ട് നിങ്ങളൊരു നീറ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയം നിങ്ങൾ ആലോചിച്ച് നോക്കുക, വളരെ ടെൻഷനുള്ളൊരു സമയമായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു
ബുദ്ധിപരമല്ലാത്ത തീരുമാനങ്ങൾ നമ്മൾ എടുക്കാതിരിക്കുക. പരീക്ഷ കഴിഞ്ഞു എന്നറിയാം, ചില പരീക്ഷയിൽ നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവാം, ചില പരീക്ഷയിൽ ചിലപ്പോൾ അത്ര നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. നമ്മൾ എവിടെയെങ്കിലും നമുക്ക് പെർഫോമൻസ് മോശമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ മോശക്കാരാണ് എന്നുള്ളതിനുള്ള തെളിവല്ല, നേരെ മറിച്ച് നമ്മൾ അവിടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നതിനുള്ള തെളിവാണ്. അപ്പോൾ ആ ഒരു നമ്മൾ പിന്നോട്ട് പോയെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ ഈ അടുത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയാൽ, അൺലേൺ വിത്ത് അജ്മൽ ചാനലിൽ പോയാൽ കാണാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച ജഹാന സെറീൻ എന്ന് പറയുന്ന UPSCക്ക് 511 റാങ്ക് ലഭിച്ച ഒരു മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. അവർ പറഞ്ഞു, എനിക്ക് 10ാം ക്ലാസ്സിൽ എനിക്ക് 9 A+ ഒരു A ആയിരുന്നു. ആ A കിട്ടിയിട്ടുള്ള ഒരു B+ ആയിരുന്നു. ആ B+ കിട്ടിയിട്ടുള്ളത് മാത്തമാറ്റിക്സിലാണ്. പക്ഷേ ആ കുട്ടി ഇന്ന് ഇന്ത്യൻ സിവിൽ സർവീസിലോട്ട് ജോയിൻ ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ എത്ര A+ കിട്ടി എന്നുള്ളതല്ല നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്, നേരെ മറിച്ച് നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ആ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളിടത്ത് ജഹാനക്ക് +1 +2 മുതൽ കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. എനിക്ക് സിവിൽ സർവീസ് എഴുതണം, അതിന് എനിക്ക് യോജിച്ച് ഇന്നൊരു ഡിഗ്രി എടുക്കണം, അതിന് ഞാൻ ഇന്നൊരു കോച്ചിങ്ങിന് പോകണം, അതിന് ഞാൻ ഇന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ആ ഒരു പ്ലാനാണ് ജഹാനയെ ഇന്ന് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പടിവാതിക്കൽ എത്തിച്ചു നിൽക്കുന്നത്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും, അവരൊക്കെ അതിൻ്റെ താഴെയോ മറ്റൊരുപാട് പോസ്റ്റുകളിൽ അവരിൽ പല ആളുകളും ഇരിക്കുന്നുണ്ടാവും. ഈ ഒരു പ്ലാൻ, ഈ ഒരു തോട്ട് പ്രോസസ്സാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അതാണ് ലൈഫിൽ നമ്മളെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഈ ചാനലിൽ കൂടുതൽ വീഡിയോസ് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സ്ട്രീമിനെ കുറിച്ചും അതുമായി വഴിയുള്ള കോഴ്സുകളെ കുറിച്ചും ജോലി സാധ്യതകളെ കുറിച്ചും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം.